ഓ ശരിയില്ലേ കുമ്പളങ്ങയും ചിക്കൻ നല്ല കളറുണ്ട് അല്ലേ? കുമ്പളങ്ങയും ചിക്കൻ നല്ല കളറുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ തന്നെ എന്താണ് കോഴിക്കടയെ കാണിക്കണമെന്ന് വിചാരിക്കണ്ടാവും അല്ലേ? ഒന്നുമല്ല കൂട്ടുകാരെ, ഞാനിതാ ഇന്ന് കുറച്ച് കോഴിയൊക്കെ മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പണിക്ക് പോയി. അപ്പോൾ വീട്ടിൽ ചേച്ചിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ വേലയൊക്കെയാണ്. അപ്പോൾ വേല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തല്ല, എന്നാലും കുറച്ച് അപ്പുറത്ത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ അവിടുത്തെ വേലയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ആരും വിളിച്ചിട്ട് വന്നൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് പിന്നെയാണ് കേട്ടോ വരുന്നത് എല്ലാവരും. അപ്പോൾ വിഷു കഴിഞ്ഞാൽ വിഷു ദിവസം മുതൽ നമ്മുടെ തൊട്ടടുത്തൊക്കെ ഇങ്ങനെ വേല നടക്കും. വേല പൂരം പറഞ്ഞ പോലെ തൊട്ട് വിഷു കഴിഞ്ഞാൽ മൊത്തത്തിൽ വിഷു വേലയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ അവിടെ വേലയൊക്കെ ആയതുകൊണ്ട് ഇന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ രാവിലെ ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ ചിക്കൻ മേടിക്കാൻ പോയിട്ടാ. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്താക്കി ചോറ് വയ്ക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലാരെങ്കിലും ബന്ധുക്കളൊക്കെ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ വല്ലപ്പോഴും വരുന്ന ബന്ധുക്കളൊക്കെ ആണെങ്കിൽ അന്ന് മീനോ ഇറച്ചിയൊക്കെ പ്രത്യേകിച്ച് വാങ്ങിക്കില്ലേ. അപ്പോൾ എന്തായാലും ചേച്ചി വരുന്നത് കൊണ്ട് ഞാൻ പിന്നെ ഇറച്ചിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഞങ്ങൾ ഇന്നലെ വാങ്ങിക്കാനായിട്ട് ഇരുന്നതാണ്, പക്ഷെ ആരും ഇല്ലാത്തത് കൊണ്ട് ഇന്നലെ ചിക്കനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ തീറ്റ ഇട്ട് കൊടുക്കുന്നതാണ് ഇവന്മാർക്ക്. പക്ഷേ ഇന്നിപ്പോൾ തീറ്റ ഇടാനായിട്ട് മറന്നതുകൊണ്ട് ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴാണ് തീറ്റ കൊടുത്തത്. അങ്ങനെ അവന്മാർക്കും തീറ്റയൊക്കെ കൊടുത്ത് പിന്നെ അടുക്കളപ്പണിയിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ചേച്ചിയർ വരുമ്പോഴത്തേക്കും ചോറ് വെച്ചു. പിന്നെ ചിക്കൻ കറിക്കുള്ളതൊക്കെ റെഡിയാക്കി വയ്ക്കാമെന്നും പറഞ്ഞിട്ട് അവർ വന്നിട്ട് പിന്നെ ഉണ്ടാക്കാമല്ലോ, സമയമുണ്ട്. അപ്പോൾ എന്തായാലും ആ ചോറിനെ തീയൊക്കെ പിടിപ്പിച്ച് അരിയൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഞാനിത് അവിടെ ചിക്കനൊക്കെ വാങ്ങിച്ചത് ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. അതിൻ്റെ തൂവലും വേസ്റ്റും ഒരു ബ്ലഡിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ കുറച്ച് അധികം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരൊന്നും ആരും വന്നില്ല കേട്ടോ. ചേച്ചീൻ്റെ മക്കളൊന്നും വന്നില്ല. പിന്നെ എൻ്റെ മൂത്ത ചേച്ചിയും അപ്പും അവൻ്റെ അച്ഛനും മാത്രമേ വന്നുള്ളൂ. പിന്നെ കുറച്ചധികം ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരാരും വരാത്തത് കൊണ്ട് പിന്നെ പിറ്റേ ദിവസം വരെ നമുക്കിങ്ങനെ ചിക്കൻ കറി തിന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാ ചിക്കനൊക്കെ വാങ്ങിച്ച് അതൊന്ന് വൃത്തിയാക്കി പിന്നെ 3-4 വട്ടം കഴുകി അങ്ങനെ കുളിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെച്ചാൽ പിന്നെ ഒറ്റ കറിയോടെ മതിയില്ല. സാധാരണ നമ്മളിതുപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം. ഇന്നിപ്പോൾ സാധാ ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പണ്ടൊക്കെ നമ്മൾ ഉത്സവമൊക്കെ വരുമ്പോഴൊക്കെ ഇതുപോലെ ചിക്കൻ കറിയും കുമ്പളങ്ങിയിട്ടൊരു ചിക്കൻ കറിയും ഇതുപോലെ ചിക്കൻ വരട്ടിയതും പിന്നെ ഒരു സാധാരണ ചോറ് അല്ലെങ്കിൽ ദോശ അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഇന്നിപ്പോൾ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ നെയ്ച്ചോറ് ബിരിയാണികളൊന്നും ഉണ്ടാക്കില്ല. സാധാ ചോറും ചിക്കൻ വരട്ടിയതും കുമ്പളങ്ങി ഇട്ടിട്ട് ചിക്കൻ കറി, നമ്മളെ പാലക്കാട്ടുകാരൻ്റെ സ്പെഷ്യലായിട്ടുള്ള കറി. ചിക്കനോ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ റോസി പെണ്ണ് അടുത്തുനിന്ന് മാറില്ല കേട്ടോ. അവൾക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തു വെച്ചാൽ ഇങ്ങനെ പെറുക്കി തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ മീനോ ഇറച്ചിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട് അതിന് അങ്ങനെ പച്ചക്ക് ഇട്ട് കൊടുക്കണ്ട അല്ലെങ്കിൽ നിലത്തിട്ട് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അവൾക്കതൊന്നും പുത്തരിയല്ല കേട്ടോ. അങ്ങനെ കഴിച്ച ശീലമായി. ഞാൻ നിലത്തിട്ട് കൊടുക്കില്ല, മിക്കവാറും ഇലയിലോ അല്ലെങ്കിൽ അതിൻ്റെ പാത്രത്തിലോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ചില സമയങ്ങളിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവളെ നിലത്തുനിന്നാണെങ്കിൽ കഴിക്കും. എല്ലാം അങ്ങനെ കഴിച്ച് ശീലിക്കണ്ടേ അല്ലേ. അങ്ങനെ അതൊക്കെ എല്ലാം വൃത്തിയാക്കി എടുത്തു. പിന്നെ ഞാൻ മസാലകളൊക്കെ ഒന്ന് വറുത്തു ഇട്ടാൽ മുളക്, മല്ലി, ഗരം മസാലപ്പൊടിയൊക്കെ ഒന്ന് വറുത്ത് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ ഉള്ളിയൊക്കെ നേരെയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളുടെ അടുത്ത് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് നേരെയാക്കാൻ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ പോയത്. അപ്പോഴേക്കും ഞാൻ വരുമ്പോഴത്തേക്കും അവരൊക്കെ ഏകദേശം കുറച്ചൊക്കെ വൃത്തിയാക്കി വെച്ചു. പിന്നെ ഞാൻ കഴുകി ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ്. ചിക്കന് വേണ്ടിയിട്ടുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ചതച്ച് എടുത്ത് വെച്ചാൽ പിന്നെ ആ ഒരു പണി തീർന്നല്ലോ, അതോടെ കഴിഞ്ഞു. പിന്നെ ചിക്കൻ പിന്നെ കറി പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും.
അപ്പോൾ ചേച്ചി വരുമ്പോഴത്തേക്ക് ഞാൻ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം എന്താ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുക. പിന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചത് കൊണ്ട് പിന്നെ ചേച്ചിയാണ് കേട്ടോ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ചേച്ചീൻ്റെ അടുത്ത് പറയും, ചേച്ചി ഉണ്ടാക്കിയ ചിക്കൻ കറി ഒരു ഭയങ്കര ടേസ്റ്റാണ്, അതുകൊണ്ട് ചേച്ചി ഉണ്ടാക്കിയാൽ മതി, ചേച്ചി ഉണ്ടാക്കിയത് കഴിക്കാൻ തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാൽ ചേച്ചി അങ്ങനെ അതിൽ വീഴും. അങ്ങനെ അവരുണ്ടാക്കും. അതേപോലെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവൾ അതേ ഡയലോഗ് എൻ്റെ അടുത്ത് അടിക്കും, ഉണ്ണി ഉണ്ടാക്കിയ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റാണ്, അല്ലെങ്കിൽ എനിക്കത് കഴിക്കാൻ തോന്നണം, നല്ല പ്രത്യേക അടിപൊളി ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വായിക്കും. അപ്പോൾ നേരെ തിരിച്ചാണ് കേട്ടോ. നമ്മൾ ബന്ധുക്കാർ ആരെയും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കും, അവരുടെ അവിടെ വന്നാൽ അവർ കുക്ക് ചെയ്ത് തരും. അങ്ങനല്ല, നേരെ തിരിച്ചാണ്. അവർ നമ്മുടെ അവിടെ വരുമ്പോൾ അവരെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കും, നമ്മൾ അവിടെ പോകുമ്പോൾ അവർ കുക്ക് ചെയ്ത് തരും. അങ്ങനെ ഇതിപ്പോൾ നമ്മുടെ ചേച്ചിമാർ വരുമ്പോഴല്ലേ നമുക്കിങ്ങനെ സ്വാതന്ത്ര്യത്തോടെ പറയാൻ പറ്റുള്ളൂ ചേച്ചി ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട്. വേറെ ആരെയും വരുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ കൂടപ്പിറപ്പുകളൊക്കെ വരുമ്പോൾ അവർ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് തരും. നമ്മൾ ഒന്നും ചെയ്യണ്ട, ചേച്ചി ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യണ്ട, ചേച്ചി എന്നെ മൊത്തം അങ്ങോട്ട് ഏറ്റെടുക്കും. അപ്പോൾ എന്തായാലും ഞാനെല്ലാം റെഡിയാക്കി വെച്ചതുകൊണ്ട് ഈസി ആയിട്ട് ഇതാ ചേച്ചി വന്നതും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് വെളിച്ചമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ, മേലെ ഓട്ടയായതുകൊണ്ട് നല്ല വെളിച്ചം കണ്ടില്ലേ. അപ്പോൾ ഇതാ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട്. അപ്പം ഞാൻ എന്താ പറയുക, ചിക്കൻ കറിൻ്റെ അങ്ങനെ റെസിപ്പി ഒന്നും കൊടുത്തിട്ടില്ല, സാധാരണ വെക്കുന്ന പോലെ തന്നെ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കൂട്ടുകളും കാര്യങ്ങളൊന്നുമില്ല, അതിപ്പോൾ ചേച്ചി ഉണ്ടാക്കിയെന്ന് മാത്രം. അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. അവസാനമായിട്ട് ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാല, നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ മല്ലിയില ലാസ്റ്റ് മെയിൻ പൊടിയായിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ടെടുത്താൽ നമ്മുടെ ചിക്കൻ വരട്ടിയത് റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടുക്കളയിൽ കൊണ്ടുവയ്ക്കുക. അടുത്ത ഐറ്റംസായ നമ്മുടെ കോഴിയും കുമ്പളങ്ങയും കൂടെ ഇട്ടിട്ടുള്ള കറി. അതിപ്പോൾ കോഴിയും കുമ്പളങ്ങയും വെക്കുമ്പോൾ ഞാനത് 2-3 ഉരുളക്കിഴങ്ങും കൂടെ അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കുമ്പളങ്ങ അതെല്ലാം കുറച്ച് വലിയ പീസുകളാക്കണം കേട്ടോ അത്യാവശ്യം. പിന്നെ ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഉലുവ, കുറച്ച് ഉലുവ ഇട്ടാൽ മതി. അത് പൊട്ടി വന്നതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചേച്ചി ഞാനിടുന്നതിൻ്റെ ഓപ്പോസിറ്റൊക്കെയാണ് ഇടുന്നത്, തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷമാണ് പിന്നെ മസാല ഇടുന്നത്. ഞാൻ പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഉള്ളികളെല്ലാം വഴണ്ട് വന്നതിന് ശേഷം മസാല ഇട്ട് പിന്നെയാണ് തക്കാളി ഇടുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചവാസന പോയി കിട്ടിയാൽ മതി. നല്ല ഡയറക്റ്റായിട്ട്. അപ്പോൾ എൻ്റെ അടുക്കളുടെ ആ ഒരു പരുവം കണ്ടില്ലേ. ഇനിയിപ്പോൾ മഴക്കാലം ആകുമ്പോൾ മൊത്തത്തിൽ നേരെ വരുന്നത് വെള്ളം അടുപ്പിനകത്തായിരിക്കും. അപ്പോഴത്തേക്ക് മഴ പെയ്യുമ്പോഴേക്കും അവിടെ ഒന്ന് ഷീറ്റൊക്കെ ഒന്ന് മേഞ്ഞ് വിടണം. അപ്പോൾ നമ്മുടെ ഇറച്ചിയും കുമ്പളങ്ങീൻ്റെയും മസാലക്കൂട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി ഇടയിൽ കൂടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത്, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ ഞാൻ ഇങ്ങനെ വറുത്ത് പൊടിച്ച ഗരം മസാല അങ്ങനെ. അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോഴിയും കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ അടുക്കളുടെ ആ ഒരു വശം ഭയങ്കരമായിട്ട് ചാരവും പൊടിയൊക്കെ ആയിട്ട് അങ്ങനെ പറന്ന് നിൽക്കുന്നുണ്ട്. ഒന്നും വിചാരിക്കേണ്ട, അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിന് ഇനിയിപ്പോൾ ആരും വൃത്തിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണ്ട. അടുപ്പിൽ നമ്മൾ തീ കത്തിക്കുമ്പോൾ നമ്മൾ എത്ര അടിച്ച് കൂട്ടി വിട്ടാലും അതിങ്ങനെ ചാരവും പൊടിയൊക്കെ ആയിട്ട് കിടക്കും. നമ്മളിതെല്ലാം കഴിഞ്ഞ് പിന്നെ അത് വൃത്തിയാക്കി വയ്ക്കുക, അത് വേറെ കാര്യം. അപ്പോൾ ആ ചിക്കനും കുമ്പളങ്ങയൊക്കെ വെന്ത് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചതിന് ശേഷം അവസാനം തേങ്ങ അരയ്ക്കും കേട്ടോ. തേങ്ങയുടെ കൂടെ ഇത്തിരി പെരുംജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് അതും കൂടെ ചേർത്താൽ തിളപ്പിച്ചാൽ നമ്മുടെ കോഴിയും കുമ്പളങ്ങയും റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലും കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം കേട്ടോ. എന്നിട്ട് മൂടി വയ്ക്കുക. പിന്നെ കഴിക്കുന്ന സമയത്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കോഴിയും കുമ്പളങ്ങയും റെഡിയായി. പിന്നെ നമ്മളിത് അവിടെ ചിക്കൻ കറി റെഡിയായി. ചോറ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഇതാണ് ഇന്നിപ്പോൾ വേലിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങൾ. നമ്മൾ സാധാരണ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ, കോഴിയും കുമ്പളങ്ങയും ഇട്ട് ഒരു ചാറ് വയ്ക്കും. ഇനി വേണമെങ്കിൽ ദോശ ഉണ്ടാക്കുക, അത് അടിപൊളിയാണ്. അപ്പോൾ ഇതിന് മുളക് പൊടിക്ക് ചെറിയൊരു കളറ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കളറൊന്നും വന്നിട്ടില്ല, പക്ഷേ എരിവൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. കുരുമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ചേച്ചി വരുന്ന സമയത്ത് അവിടെ നിന്ന് ചക്കപ്പുഴുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ ചിക്കൻ കറി സൂപ്പറായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തികഞ്ഞില്ല, കുറച്ചൊരു ടിഫിൻ പാത്രത്തിലേ കൊണ്ടുവന്നുള്ളൂ. പക്ഷേ ഇവിടെ ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചി കൊണ്ടുവന്ന ചക്കപ്പുഴുക്കും
ചിക്കനും കൂടെ ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാനിപ്പോഴാണ് കഴിക്കുന്നത്. എന്നിട്ട് പിന്നെ ചോറും കൂടെ എടുത്ത് ചോറും കഴിച്ചു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഇന്നിപ്പോൾ വേലയൊക്കെ കാണാനായിട്ട് പോയിട്ടാണ്. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇന്നിപ്പോൾ പണിയുള്ളത് കൊണ്ട് ആൾ പണിക്ക് പോയിട്ടുണ്ട്. കുറേയൊക്കെ ലീവായതല്ലേ, അപ്പോൾ പിന്നെ പണിയുള്ള സമയത്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വൈകുന്നേരമല്ലേ വേലയ്ക്ക് പോകണം. അപ്പോഴേക്കും വരാമെന്നും പറഞ്ഞിട്ട് ആൾ പിന്നെ വന്ന പിന്നെയാണ് 5:30-6 മണിയാകുമ്പോഴേക്കും ഏട്ടൻ വന്നു. പിന്നെ കുളി നനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി നിന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വന്നതും പിന്നെ ഞങ്ങൾ വേലയ്ക്ക് വന്നു. നല്ല അടിപൊളി വേലയാണ് കേട്ടോ. 19 ആനയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മാത്തൂർ വേല കുറേ പേർക്കൊക്കെ അറിയും. നല്ല സൂപ്പർ വേലയായിരുന്നു. ഈ ഒരു ആനനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിൻ്റെ നെറ്റിപ്പട്ടുമൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഒരുപാട് വേലകളുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ആനയും വണ്ടിവേഷവും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വണ്ടിവേഷം കണ്ടപ്പോഴാണ് ഇതവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചത്. ഇത് എവിടെയോ കണ്ട് പരിചയമുള്ള ഒരു മുഖം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ആൾ തന്നെയാണ്. നമ്മുടെ വാവു ആയിട്ട് വാവാന്ന് പറഞ്ഞിട്ടൊക്കെ ഇല്ലേ, അവരാണ് കേട്ടോ ഈ ഒരു വണ്ടിവേഷത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എവിടെയോ കണ്ട് പരിചയമുള്ളതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയതാണ്. അപ്പോൾ അവരാണ് കേട്ടോ ഈ ഒരു വണ്ടിവേഷത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ വേലയൊക്കെ അങ്ങനെ കണ്ടു. പിന്നെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ പോയത്. ഓരോ വേലകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുമ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അധികം നേരമൊന്നും നിൽക്കാൻ നിന്നില്ല. ഒരുപാട് സമയം നിന്നിട്ടുണ്ടെങ്കിലും പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഉറക്കം വരും. പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ വേലയൊക്കെ കണ്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെയേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.